സർവേ പറ്റി കേട്ടില്ലേ നിങ്ങൾ? മുസ്ലിങ്ങളെ പറ്റി ഇടയിൽ ഒരു ചില പ്രദേശങ്ങളിൽ ഒരു സർവേ നടത്തി എന്ന് പറഞ്ഞിട്ടില്ലേ? ഇത്തരത്തിലുള്ള പല പരിപാടികൾ കുതന്ത്രങ്ങളും സമരം നടന്നുണ്ട്. ഈ ഒബാമയെ പോലെ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ സന്ദർശന വേള സത്യം പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ വലിയ ഒരു വമ്പിച്ച പ്രതിഷേധം ഇന്ത്യയിൽ അലയടിക്കേണ്ട ഒരു സന്ദർഭമായിരുന്നു. പക്ഷെ അത്രയൊക്കെ വേണ്ടത്ര പ്രതിഷേധം ഉണ്ടാവുന്നുണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. ഏതായാലും ഈ മറ്റു ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി സഖാവ് രാജഗോപാൽ വാഗത്താനത്തിനെ വിളിക്കുകയാണ്. അതിനുമ്പ് ചെറിയൊരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ വാതിലിന്റെ മുന്നിൽ ചില പുസ്തകങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. നിങ്ങൾ പോകുമ്പോൾ അവയിൽപ്പെട്ടത് വാങ്ങാനും കൂടി അപേക്ഷിക്കുന്നു. ഉദാഹരണമായിട്ട് ജബ്ബാർ മാഷ് എഴുതിയില്ല ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമല്ല എന്ന പുസ്തകം അവിടെ ലഭ്യമാണ്. ഞാൻ സഖാവ് രാജഗോപാൽ വാഗത്താന. രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. എല്ലാം ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥ ഇസ്ലാമിനെ തുറന്നു പറയുന്നു, അതായത് ഇസ്ലാമിന്റെ തീവ്രവാദ വശം പരസ്യമായി ഉറക്കെ പറയുന്നു എന്ന് പറഞ്ഞു. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെ പ്രതിയായിട്ടുള്ള ചില കൊലപാതകങ്ങൾ ഉദാഹരണമായി എടുത്ത് കാണിക്കാമോ? അതായത് ചോദ്യം. കാരശ്ശേരി സാറ് മറുപടി ഒന്ന് പറഞ്ഞു. എനിക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. നമ്മളിവിടെ ഉദ്ദേശിച്ചത് ജിഹാദ് ഉയർത്തിക്കൊണ്ടുവരുന്ന ആളുകൾ അതിന്റെ ഒരു സൈദ്ധാന്തികമായ അടിത്തറ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയാണ് എന്നും അത് ഇപ്പം ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുമ്പോൾ അത് അല്ലെങ്കിൽ LDF-കാരാണെന്നോ SDPI-കാരാണെന്നോ പോപ്പുലർ ഫ്രണ്ട്കാരാണെന്നോ PDP-കാരാണെന്നോ അങ്ങനെയൊക്കെ അവര് സംഘടനാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞിരിക്കാം. നമ്മളെ സംബന്ധിച്ച് ആ സംഘടനാപരമായ വേലിക്കെട്ടുകളല്ല പ്രശ്നം, മറിച്ച് ജിഹാദി രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കാന്ന അർത്ഥത്തിലാണ് നമ്മൾ അതിന് പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ കേരളത്തിലുണ്ട്. അതേസമയം ഈ ചോദ്യം ചോദിച്ച ആളിന് ഞാനൊരു പുസ്തകം റെഫർ ചെയ്യാണ്. താഹിർ മുഹമ്മദിന്റെ മതത്തിന്റെ പേരിൽ മനുഷ്യഹത്യ എന്നൊരു പുസ്തകമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിൽ മുജാഹിദുകളോട് നടത്തിയിട്ടുള്ള കൊലപാതക പരമ്പരകളുടെ കണക്കുകൾ ചേർത്തിട്ടുള്ള താഹിർ മുഹമ്മദിന്റെ ആ പുസ്തകം ഈ ചോദ്യകർത്താവ് ദയവ് ചെയ്തൊന്ന് വായിക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാറുള്ളത്. താഹിർ മുഹമ്മദ് എന്ന് പറയുന്നയാള് ഇസ്ലാമിക് ലോയെ സംബന്ധിച്ച് ഏറ്റവും ആധികാരിക വക്താവാണ്. പക്ഷേ അദ്ദേഹത്തെ ഇസ്ലാമായിട്ട് പോലും ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാരെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ പുസ്തകം ജമാഅത്തെ ഇസ്ലാമിയുടെ അടിത്തറ എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. മറ്റൊരു ചോദ്യം. അന്യമതക്കാരെ കൊല്ലണമെന്ന് ഖുർആൻ ഇസ്ലാം കൽപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ആ ഒരു വാചകം ഉദ്ധരിക്കാമോ? നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അല്ലാതെ അങ്ങോട്ട് ആക്രമിക്കരുത് എന്ന് പ്രായം ഏറ്റ കുട്ടികളെയും കൊണ്ടരുതെന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഇസ്ലാമില് പറയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഇത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം. ഇത്തരം ഒരു ചോദ്യം വരുമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. എന്റെ തന്നെ മതഭീകരതര മാരകവഴികളൊന്നും ലഘുലേഖ പുസ്തകമുണ്ട്. അതിനകത്ത് ഖുറാനിലെ ഈ നിർദ്ദിഷ്ട വചനങ്ങൾ ധാരാളം ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. മർദ്ദനമില്ലാതാവുകയും മതം അല്ലാഹുവിന് അധീനപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവരുമായി മറ്റു മതസ്ഥനുമായി യുദ്ധം ചെയ്യുക. 2:193 വാക്യം. സത്യനിഷേധികളെ കണ്ടാൽ അവരുടെ പിടലിക്ക് വെട്ടുക. 47 4 വാക്യം. സത്യനിഷേധികളെ കഴുത്തുകൾ വെട്ടിക്കൊള്ളുക, അവരുടെ വിരലുകളെല്ലാം വെട്ടി മുറിക്കുക. 8:12. അല്ലാഹുവിനും അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്തവനും അല്ലാഹു തന്റെ ദൂതനെ നിരോധിച്ചത് നിഷിദ്ധമാക്കി വെക്കാത്തവനും സത്യവാദത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാത്തവരുമായ വേദക്കാരനെ യുദ്ധം ചെയ്തുകൊള്ളുക. 9:29. ബഹുദൈവ വിശ്വാസത്തെ കണ്ടടത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടിക്കുക, അവരെ വളയുക, പതിയിരിക്കാൻ പറ്റിയ എല്ലാ സ്ഥലങ്ങളും അവരെ പിടികൂടുവാൻ പതിയിരിക്കുക. 9:5. ജൂതന്മാരെയും ക്രിസ്ത്യാനികളുടെ ആത്മഹത്യകളുടെ സഹായികളുമാക്കി വെക്കരുത്. 5:51. അല്ലാഹുവിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കും വരെയും ഞങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ എന്ത് ശത്രു അമർഷം വെളിപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. 60:4. ഇങ്ങനെ നിരവധി ഉദ്ധരണികൾ ഖുറാനിലെ. ഇത് മാത്രമല്ല, ധാരാളം ക്രിസ്ത്യാനികളും ജൂതന്മാർ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ അവരോട് യുദ്ധം തുടരുക. 8:20. ഇങ്ങനെ വേദക്കാരിലെ ബഹുദൈവ വിശ്വാസികളിലുമുള്ള സത്യനിഷേധികൾ കുറിച്ചുണ്ട്. അതുകൂടാതെ തന്നെ നിന്റെ രക്ഷിതാവ് മലക്കുകള് ബോധം നൽകിയ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭയം വിട്ടുകൊടുക്കുന്നതാണ്, അതിനാൽ കഴുത്തുകളൊക്കെ നിങ്ങൾ വെട്ടിക്കൊള്ളുക, അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക. 8:12. നിരവധി ഉദ്ധരണികളുണ്ട്. ഈ ഉദ്ധരണികളുടെ പശ്ചാത്തലങ്ങളും വിശദാംശങ്ങളും ഒക്കെ എനിക്ക് പിന്നാലെ സംസാരിക്കുക ജബ്ബാർ മാഷ് പറയുന്നതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. പറയാം, ഞങ്ങൾ ഖുറാനെയും ബൈബിളിലെയും അതുപോലെയുള്ള മതഗ്രന്ഥങ്ങളെയും കാണുന്നത് ചരിത്രപരമായ പശ്ചാത്തലത്തിലാണ്. ദൈവത്തിന്റെ വെളിപാടെന്ന അർത്ഥത്തിലല്ല, മനുഷ്യൻ എഴുതിയാടുന്നല്ല. ആ കാലഘട്ടത്തിലെ ഒരു ഗോത്ര സംസ്കാരമാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉള്ളത്. ഖുറാനായാലും ബൈബിളായാലും പുരാണങ്ങളിലായാലും എല്ലാം ആവിഷ്കരിക്കുന്നത് ആ കാലഘട്ടത്തിന്റെ ഗോത്ര സംസ്കാരങ്ങളെയാണ്. അതുകൊണ്ട് തന്നെയാണ്
അന്യഗോത്രങ്ങളെ ആക്രമിക്കുക, അന്യഗോത്രങ്ങൾ, അതായത് ഗോത്ര വൈരാഗ്യമാണ് ഇതിനകത്തെല്ലാം അടിസ്ഥാനമായിട്ടുള്ള പ്രമേയം. അത് ഇന്ത്യൻ പുരാണങ്ങൾ വായിച്ചാൽ ദ്രാവിഡ ആര്യ സംഘർഷമാണ്. ദേവാസുര യുദ്ധം എന്ന പേരിലൊക്കെ ആവിഷ്കരിക്കുന്നതെല്ലാം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ദേവന്മാരും അസുരന്മാരും ദ്രാവിഡരും ആര്യന്മാരും തമ്മിലുള്ള നൂറ്റാണ്ടുകളായിട്ട് നടന്നിട്ടുള്ള കൂട്ട കൊലപാതകങ്ങളുടെ ചരിത്രങ്ങളാണ്. ചരിത്രം എന്ന് പറയാൻ പറ്റില്ല, അതിന് കവികൾ അതിന്റെ രൂപത്തിൽ ആവിഷ്കരിക്കുന്ന ഈ ഗോത്ര വൈരാഗ്യങ്ങളെ ആ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ശരിയെന്ന് അക്കാലത്തുള്ളവർക്ക് തോന്നിയിരിക്കാം. പക്ഷേ പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ 1000, 1500, 2000, 3000 വർഷം മുൻപ് ഒരു ഗോത്ര സംസ്കൃതിയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു വൈരാതിര്യാതന ബുദ്ധിയെ ഈ 21ാം നൂറ്റാണ്ടിലെ സൈബർ യുഗത്തിലും അതാണ് ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥമെന്നും അതാണ് നമ്മൾ അംഗീകരിക്കേണ്ടതെന്ന് പറഞ്ഞ രീതിയിൽ അതിനെ ഒരു ജിഹാദിന്റെ യുദ്ധവെറിയുടെ ഉപാധിയാക്കി മാറ്റുന്നതിനെയാണ് യുക്തിവാദി പ്രസ്ഥാനം നിൽക്കുന്നത്. അത് മനുഷ്യത്വത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള എതിർപ്പാണ്. അത് നിയതമാണ്, ശരിയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ചരിത്രപരമായി ഇത്തരം തകരാറുകൾ ഈ ഗ്രന്ഥങ്ങൾക്കുണ്ടേ എന്നും തിയോളജിക്കലായിട്ട് തന്നെ ഈ കൃതികൾ അങ്ങനെയല്ല എന്നും വളരെ അടിസ്ഥാനമായിട്ട് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് യുക്തിവാദി പ്രസ്ഥാനം അല്ലെ യുക്തിവാദികൾ ഈ നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ യുക്തിവാദം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അടിസ്ഥാനപരമായ തെളിവുകൾ വെച്ച് തന്നെയാണ് പറയുന്നത്. ബൈബിൾ വായിച്ചും ഖുറാൻ വായിച്ചും വേദങ്ങളും ഉപനിഷത്തുകളും വായിച്ചും തന്നെയാണ് ഇത്തരം നിലപാടുകളിലേക്ക് അവർ വരുന്നത്. അതിന്റെ അർത്ഥം സാഹിത്യകൃതി എന്ന രീതിയിൽ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഖുറാനോ ബൈബിളോ, പക്ഷെ അതിന് സാഹിത്യമൂല്യം ഉണ്ടോ എന്നുള്ളത് വേറെ പ്രശ്നം. വേദങ്ങളോ ഒക്കെ തന്നെ ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ വായിക്കാനുള്ളതാണ്. വായിക്കാനും പഠിക്കാനും അംഗീകരിക്കാനും ഒക്കെ തയ്യാറാണ്. മറിച്ച് അത് ദൈവത്തിന്റെ വചനമാണ്. അതിനപ്പുറം ഒരു വരികൾ മാറ്റാനോ അക്ഷരം മാറ്റാനോ പറ്റത്തില്ല. അതാണ് 21ാം നൂറ്റാണ്ടിലെ നിയമം എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്നവരത് മനസ്സിലാക്കണം. മോട്ടോർ ബൈക്കിൽ കയറി നടക്കാൻ ഖുറാനിൽ പറഞ്ഞിട്ടില്ല. മൊബൈൽ ഫോൺ പിടിച്ചോണ്ട് നടക്കാൻ പറഞ്ഞിട്ടില്ല. പാൻറ് കോട്ടോടാൻ ഖുറാൻ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ സാധനത്തെ കുറിച്ച് മാത്രമേ ഖുറാൻ അറിയാവൂ, അല്ലെ ബൈബിളിന് അറിയാവൂ. ഒട്ടകം യന്ത്രത്തിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിലെ വാഹനത്തിനപ്പുറത്തേക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ആധുനിക കാലഘട്ടത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ശാസ്ത്രത്തിന്റെ എല്ലാ നേട്ടങ്ങളെയും പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുകയും അതേസമയം 14ാം നൂറ്റാണ്ടിലെയും 1ാം നൂറ്റാണ്ടിലെയും സംസ്കാരമാണ് നമ്മൾ പുലർത്തേണ്ടതെന്നും അതാണ് നിലനിൽക്കേണ്ടതെന്നും അതാണ് മനുഷ്യത്വപരമെന്ന് പറയുന്ന ആ വിവരക്കേടിനെയാണ് നമ്മൾ എതിർക്കുന്നത്. മാത്രമല്ല ഇതിനെ സമൂഹത്തിലെ സംഘർഷത്തിന് ഉപാധിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അത് ഏത് ഗ്രൂപ്പുകാരുടെ പ്രശ്നം നമുക്കില്ല. ഇവിടെ ഈ കേരളത്തിൽ തന്നെയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് 4-5 ഗ്രൂപ്പുണ്ട്. കാന്തപുരത്തിന്റെ ഗ്രൂപ്പുണ്ട്, എതിർ ഗ്രൂപ്പുണ്ട്, നജ്വത്തുൽ മുജാഹിദിന്റെ ഗ്രൂപ്പുണ്ട്, അഹമ്മദിയുടെ ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പുകൾ തമ്മിൽ കണ്ടാൽ പോലും ഇസ്ലാം പറയുന്നവരല്ല, അസ്ലാമുലേക്ക് പറയുന്നവരല്ല. അത്രമാത്രം ശത്രുതാപരമായിട്ടാണ് ഈ കൊച്ചു കേരളത്തിലെ മുസ്ലിങ്ങളുടെ 5 ഗ്രൂപ്പോ മറ്റോ അതിശക്തമായ ഗ്രൂപ്പുകളുണ്ട്. ഇവരെല്ലാം ഖുറാന്റെ പേരിലിട്ട് അണയിടുമ്പോൾ തന്നെ ഇവരൊക്കെ തമ്മിൽ കണ്ടാൽ കീരി പാമ്പ് പോലെ നിൽക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത് മനുഷ്യത്വത്തിന് വിരുദ്ധമായതുകൊണ്ട് തന്നെ മതഗ്രന്ഥങ്ങൾ നിങ്ങളുടെ വിശ്വാസമുണ്ടെങ്കിൽ ആ മതഗ്രന്ഥങ്ങൾ വെച്ച് വിശ്വസിക്കാൻ പുറത്തുന്നത് ഞങ്ങളിതൊന്നുമല്ല. മറിച്ച് അത് പൊതുസമൂഹത്തിന്റെ നിയമമാകണം, അത് ഇന്ത്യൻ ഭരണഘടനയുടെ നിയമമാകണം. അതനുസരിച്ച് ഞങ്ങൾ ജീവിക്കത്തുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന ഞങ്ങൾ ചോദ്യം ചെയ്യാനുള്ള കോടതിക്ക് തന്നെ അവകാശം, പോലീസിന് അവകാശം, ഭരണകൂടത്തിന് അവകാശം ചോദിക്കുമ്പോഴാണ് ആ പൊതുസമൂഹത്തിന് പ്രശ്നമാകുന്നത്. അവിടെയാണ് നമ്മൾ അതിന് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ആ ഗോത്ര സംസ്കൃതികളെ ഈ കാലഘട്ടത്തിലേക്ക് പറിച്ചു നടുക എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ ഒരിക്കലും പറ്റുന്നില്ല. മറ്റൊന്ന് ചോദ്യം, മാറുമറയ്ക്കാൻ അവകാശത്തിന് വേണ്ടി സ്ത്രീകൾ സമരം നടത്തി വിജയിച്ചു. അവനവന് സൗകര്യമുള്ള വേഷം പർദ്ദയാണെങ്കിൽ അതിനെ എതിർക്കണം. എത്ര ലളിതമായ, എത്ര ഉദാത്തമായിട്ടുള്ള ഒരു സമീപനമാണ് ശ്രീ ഹസൻ ചോദിച്ചിരിക്കുന്നത്. പർദ്ദ ഒരു സാധാ വേഷമാണ്, സ്ത്രീകൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ധരിച്ചുകൂടെ. എന്ത് ലളിതമാണ്, എത്ര ഉദാരമാണ് ഇസ്ലാം എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും. എനിക്ക് ഈ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, പർദ്ദ ഒരു സ്വാതന്ത്ര്യമല്ല, പർദ്ദ അടിമത്വമാണ്. പർദ്ദ എത്ര നാളെ കേരളത്തിൽ പർദ്ദ ധരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ആര് പറഞ്ഞിട്ടാണ് കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് പർദ്ദ ധരിക്കാൻ ഇഷ്ടമുള്ളത്? അപർണ സ്ത്രീകളെ ചിലപ്പോൾ വേദി കൊണ്ടുവന്നാൽ അവർ തത്തമ്മയെ പൂച്ച എന്ന് പറയുന്നവർ ചിലപ്പോൾ പറയായിരിക്കും എനിക്കിതാണ് ഇഷ്ടപ്പെട്ട വേഷം, എനിക്കിതാൽ സുരക്ഷിതമാണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണ് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടപ്പെട്ട രീതിയിൽ വേഷം ധരിച്ച് നടക്കാനോ ഒരു ഒട്ടുകുത്തി നടക്കാനോ താല്പര്യമില്ലാത്ത പെണ്ണുങ്ങൾ കേരളത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേരളത്തിൽ ഇപ്പം മധ്യ കേരളത്തിൽ പർദ്ദ എന്ന് പറയുന്നത് കടന്നു വരുന്നതേ ഉള്ളൂ. 1600 വർഷത്തിന്റെ പഴക്കമുള്ള മുസ്ലിമിന്, ഇസ്ലാമിന്റെ സംസ്കാരത്തിന് 1 വർഷത്തിന്റെ പഴക്കമുള്ള അല്ലെ 5 വർഷത്തിന്റെ പഴക്കമുള്ള പർദ്ദ എങ്ങനെയാണ് ഇസ്ലാമിക സദാചാരമാകുന്നത്? അതെങ്ങനെ ഇസ്ലാമിന്റെ നിയമമാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് വളരെ നിർബന്ധിച്ച് പർദ്ദ ഇട്ടില്ല. എന്റെ കഥകളൊക്കെ ചിലപ്പോൾ ജബ്ബാർ മാഷ് പറഞ്ഞത് കേരളത്തിൽ ഇവിടെ തന്നെ ഉണ്ടായ ഈ പർദ്ദ ധരിച്ചില്ല മുഖത്ത് ആസിഡ് ഒഴിക്കുന്ന രീതിയിൽ ഇവിടെ LDF-കാരൻ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പേരിൽ അക്രമം അഴിച്ചു വിടുമ്പോൾ അതൊരു നിസ്സാരമായ ഉദാത്തമായിട്ടുള്ള ഒരു വളരെ ലളിതമായ രീതിയിൽ അത്ര ഒരു ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞാൽ മലർന്നു കടന്ന് തുപ്പുന്നതിന് തുല്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാതെ പോകുന്നത് ശരിയാണ്.
ബാബറി മസ്ജിദിന് ധ്വംസിക്കപ്പെട്ടതിനെ കുറിച്ച് നമുക്കെല്ലാവരും ഞങ്ങൾ യുക്തിവാദികൾ തന്നെ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ട ബാബറി മസ്ജിദിലേക്ക് ഇഷ്ടികമാർച്ച് പോയപ്പോൾ അതിനെതിരെ സമരം ചെയ്തവരാണ്. ബാബറി മസ്ജിദ് സംരക്ഷിക്കാൻ വേണ്ടി അയോധ്യയിൽ യുക്തിവാദി സംഘടന പ്രവർത്തകന്മാർ പോയിട്ടുണ്ട്. ബാബറി മസ്ജിദ് അതേ സ്ഥലത്ത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം ഞങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അതൊന്നും ഇസ്ലാമിനുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിലുള്ള ഒരു രാജ്യത്തെ മതവിശ്വാസിയുടെ മതവിശ്വാസത്തെ സംരക്ഷിക്കണം, ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ യുക്തിവാദികൾ തയ്യാറാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പ്രശ്നം അതല്ല. ബാബറി മസ്ജിദ് ധ്വംസിക്കപ്പെടുന്നതിന് പിന്നിലെ ചരിത്രം എന്തായിരുന്നു? എന്തിന്റെ പേരിലാണ് ബാബറി മസ്ജിദ് പ്രശ്നം ഉണ്ടായത് നിങ്ങൾക്കറിയാം, കുറച്ചു പേർക്കെല്ലാം അറിയാം. ഷാബാനു ബീഗം എന്നൊരു പെൺകുട്ടിയെ സ്ത്രീയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 86 അല്ലെ? ഷാബാനു ബീഗം എന്ന് പറയുന്ന 19 വയസ്സുള്ള ഒരു സ്ത്രീയെ ഒരു കേസ് കൊടുത്തു. ഒരു കുഞ്ഞു ഒരു മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് കൊടുത്തത്. എന്താണെന്ന് പറയാമോ? അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു. 40 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ഭർത്താവ് ആ സ്ത്രീയെ ഉപേക്ഷിച്ചു. ഭർത്താവ് ഇത് ചെലവിന് തരണം. അതിന് 19 രൂപ 20 രൂപയോ മറ്റാണ് അന്ന് മജിസ്ട്രേറ്റ് കോടതി അവർക്ക് അനുവദിച്ചു കൊടുത്തു. CRPC 125 വകുപ്പ് അനുസരിച്ച് ഉപേക്ഷിക്കപ്പെട്ട മുസ്ലിം സ്ത്രീക്ക് ജീവനാംശത്തിന് അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി ചെന്നു. ഹൈക്കോടതി 19 രൂപ 25 രൂപയോ മറ്റോ ആക്കി വർദ്ധിപ്പിച്ചു കൊടുത്തു. ഈ കേസ് സുപ്രീം കോടതി ചെന്നപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴങ്ങി. ഒരു 19 വയസ്സായ ഒരു സ്ത്രീക്ക് മരുന്ന് മേടിക്കാൻ 10 രൂപ ഭർത്താവ് കൊടുക്കുന്നതിനകത്ത് എന്ത് കുറ്റമാണ്? ഏത് സാമൂഹ്യ നീതിയാണ് അതിനെതിരെ? പക്ഷെ ഇന്ത്യയിലെ ഇസ്ലാമുകളല്ല ഇളകി എന്ന വാൽമുക്കി ചാടി എന്നാ പറഞ്ഞാണ് മൊഴി ചൊല്ലപ്പെട്ട പെണ്ണിന് ചെലവിന് കൊടുക്കാൻ ഖുർആൻ പറയുന്നില്ല, ശരീഅത്ത് നിയമത്തിനെതിരാണ്. ഞങ്ങൾ ശരീഅത്തിനെ അനുസരിക്കത്തുള്ളൂ. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ കോടതി ഞങ്ങൾക്ക് പുല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുഴുവൻ കലാപഴിച്ചു. മനുഷ്യത്വം കൊണ്ട് എന്താ ചെയ്യേണ്ടത്? വയസ്സായ 19 വയസ്സായ ഒരു സ്ത്രീക്ക് ചെലവിന് മരുന്ന് മേടിക്കാൻ കാശ് കൊടുക്കുന്നത് തെറ്റാണെന്ന് പറയുന്നവന്റെ മനുഷ്യത്വം എന്താണ്? ഏത് ഖുർആനാണ്, ഏത് ദൈവമാണ് അതിനെതിരെ പറയുക? പക്ഷെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മുഴുവൻ അന്ന് പ്രശ്നം എന്തായിരുന്നു? ശരീഅത്ത് സംരക്ഷിക്കലായിരുന്നു. തെരുവുകൾ മുഴുവൻ അഴിഞ്ഞാടിയവര് ഡൽഹിയിൽ കലാപം ഒഴിച്ചു വിട്ടു. ഡൽഹി ഇമാമൊക്കെ എന്തൊക്കെയാന്ന് പറഞ്ഞത്? അന്ന് ഡൽഹി ഇമാമിന് അയച്ച സമൻസുകളും വാറന്റുകളും ഇപ്പോഴും ഇപ്പോഴുണ്ട്. ഇസ്ലാമിന്റെ ശരീഅത്തിന് വേണ്ടി അഴിഞ്ഞാടിയതിന്റെ ഫലമായിരുന്നു രാജീവ് ഗാന്ധി ബാബറി മസ്ജിദിന്റെ താക്കോലെടുത്ത് വിശ്വദ്വേഷത്തുകാരന് കൊടുത്തത്. ഈ നെറികേടില് ഇസ്ലാമിന്റെ പേരിലാണ് ആ കലാപം അവിടെ ഉണ്ടാക്കിയത്. കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? 2 കെട്ടിയവര് അല്ലെ 4 കെട്ടിയവര്? ഒരു 100 പേര്, 100 പേരെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങളിൽ 100 പേര് പോലും ബാധകമല്ലാത്ത ഒരു കാര്യം, അല്ലെ 10 പേർക്ക് പോലും ബാധകമല്ലാത്ത ഒരു കാര്യത്തിൽ എന്തിനാ ഇസ്ലാം ഇവിടെ കിടന്ന് അഴിഞ്ഞാടിയത്? എന്തിനാണ് അഴിഞ്ഞാടിയത്? അഴിഞ്ഞാട്ടത്തിന്റെ ഫലമായിരുന്നു ഇന്ത്യയിലെ ഭൂരിപക്ഷ ഭീകരവാദികൾക്ക്, RSS ഭീകരവാദികൾക്ക് ഇന്ത്യയിൽ അഴിഞ്ഞാടാൻ BJPക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള എല്ലാ വളവും ഒത്താശയും ചെയ്തു കൊടുത്തത് ഇന്ത്യയിലെ ഇസ്ലാമിക ഭീകരവാദികളായിരുന്നു. അതുപോലെ തന്നെയാണ് പിന്നീട് വന്ന എല്ലാ സംഭവങ്ങളും ഗുജറാത്തിലേക്ക് നയിച്ചതല്ലേ? അപ്പൊ ഇവിടെ എല്ലാ വർഗീയവാദികളും, അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ വർഗീയവാദികളും ഒരുപോലെ തന്നെയാണ്. അത് ഇസ്ലാമിക ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ ഇസ്ലാമിക വിശ്വാസികളും ഞങ്ങൾ എതിരാളികളാണെന്നല്ല. ഞങ്ങൾ ഇസ്ലാമിക വിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസികൾക്കോ ഹിന്ദു വിശ്വാസികൾക്കോ എതിരായിട്ടുള്ള സമരമല്ലേ പറയുന്നത്. അതിന്റെ മതഭീകരവാദികൾക്കെതിരെ ഞങ്ങൾ പറയുന്നത്, ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഞങ്ങൾ പറയുന്നത്, ക്രൈസ്തവ അധിനിവേശ രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങൾ പറയുന്നത്, ഹൈന്ദവ ഫാസിസത്തിനെതിരെ ഞങ്ങൾ സംസാരിക്കുന്നത്. അല്ലാതെ എല്ലാ വിശ്വാസികളും അവിടക്കാരാകുന്ന രീതിയിലല്ല ഞങ്ങൾ സംസാരിക്കുക. അങ്ങനെ യുക്തിവാദികൾ ഒരിക്കലും സംസാരിക്കുകയില്ല, പറയുകയില്ല. പൊതുസമൂഹത്തിനെതിരല്ല, മറിച്ച് പൊതുസമൂഹത്തിന്റെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ നിലനിർത്തണമെങ്കിൽ മതനിരപേക്ഷമായ ഒരു രാഷ്ട്രീയം നിലനിൽക്കുന്നിടത്തു മാത്രമേ ഏത് വിശ്വാസിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നർത്താണ്. നിങ്ങൾക്കറിയാം, നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ ഗർഭപാത്രങ്ങളിൽ വിഷം കുത്തിവെച്ച് ഗർഭപാത്രങ്ങൾ വികസിച്ച് പൊട്ടിച്ചെതറിപ്പോയ സ്ത്രീകൾ ലക്ഷങ്ങളാണ്. അതേ സംഭവങ്ങളാണ് ഗുജറാത്തിൽ അരങ്ങേറിയത്. ഗർഭപാത്രം കുത്തിക്കീറി ശിശുവിനെ പുറത്തെടുത്ത ആ സംഭവത്തിലേക്ക് നയിച്ചതാരാണ്? ആ കേസ് വന്നപ്പോൾ ആരൊക്കെ എവിടെ ഉണ്ടായിരുന്നു? കോടതിയിൽ കേസ് വാദിക്കാൻ നമ്മൾ എത്ര പേരുണ്ടായിരുന്നു തെളിവ് കൊടുക്കാൻ പോകാൻ? അവിടെ ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളാണ് കേസുകൾ നടത്തിയത് അല്ലേ? ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ കേസ് നടത്താൻ പോയോ? അല്ലെ ഇന്ത്യയിലെ ഭീകരവാദി ഇന്ത്യ ഇസ്ലാമിന്റെ പേരിൽ ഇന്ന് കരയുന്ന ഏതെങ്കിലും ലീഗുകാരനെ പുറകെ പോയോ? ഒരുത്തരും പോയില്ല. ഇപ്പൊ കലാപം ഉണ്ടാക്കിവിട്ട് കൊലപാതക പരമ്പരകൾക്ക് വളം വെച്ച് കൊടുത്തേച്ച് പിന്നോട്ടടിക്കുന്ന കാഴ്ച. എന്നിട്ട് ഇപ്പുറത്ത് പറയും ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ എന്ത് മാന്യന്മാരാണ്, ഞങ്ങൾ PDPക്കാരെ എന്ന പേര് കേസുണ്ടോ? അത് CRPC IPC എത്ര വകുപ്പനുസരിച്ചാണ് കേസ് കൊടുത്തിരിക്കുന്നത്? കേസ് ഉണ്ടാക്കുന്നത് ഇല്ലാതാക്കുന്നതൊക്കെ എങ്ങനെയാ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അറിയല്ലോ. അത് ഏത് വർഗീയവാദിയുടെയും, ഞങ്ങൾക്ക് വർഗീയവാദികളല്ല ഒരുപോലെ, അല്ല ഫാസിസ്റ്റുകളായിരുന്നു പോലെ തന്നെയാണ്.